Hello, welcome back to Learnino. So KTU BTech 2024 scheme students ഇപ്പോൾ S2 exams ഒക്കെ കഴിഞ്ഞു. ഇനി S1 S2 സപ്ലി ഉള്ളവർക്ക് സപ്ലി എക്സാം ക്ലിയർ ചെയ്യണം. ബാക്കിയുള്ളവർ ഇനി S3ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലെ. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇയർ പോലെയല്ല എന്തായാലും സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു, +2 നിന്ന് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയിലേക്കുള്ള. അപ്പൊ നമുക്ക് അവിടെ കുറെ അധികം ബേസിക് സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഒപ്പം പ്രോഗ്രാം കോറും S2 വന്നു. പക്ഷെ S3 മുതൽക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കോർ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഒപ്പം മാത്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിന്റെ ബാക്ക് ബോൺ ആണ്. ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ട് മാത്സ് വരുന്നുണ്ട്. അത് കൂടാതെ കോർ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഒരു സീരിയസ്നെസ് S3 മുതൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ ലാബിന്റെ കാര്യമാണെങ്കിലും ലാബും ഈ പറഞ്ഞതുപോലെ തന്നെ കോർ സബ്ജക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലാബ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകം മനസ്സിലാക്കുക, എക്സാം പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ നോളേജ് കൂടെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഈ കോർ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും നിങ്ങളൊരു പ്രൊഫഷണൽ ഒരു കരിയറിലേക്ക് പോകുമ്പോഴൊക്കെ ഇനി പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകളുടെ ഒരു ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി വേണം S3 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കാൻ. മാത്രമല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും ഫസ്റ്റ് ഇയർ പോലെയല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ടാവും. പേപ്പേഴ്സ് ടഫ് ആയിരിക്കും. കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതായത് എക്സാം ഏത് രീതിയിൽ വേണമെങ്കിലും ഈസി ആവാം, മോഡറേറ്റ് ആവാം, ടഫ് ആവാം. അപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പഠിക്കുക, എക്സാമിന്റെ ടൈമിൽ മാത്രം പഠിക്കുക എന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഡേ 1 മുതൽക്ക് ആ ഒരു പഠിക്കാനുള്ള എഫേർട്ടും കൂടെ നിങ്ങൾ പ്രത്യേകം എടുക്കണം. അത് കൂടാതെ പിന്നെ മൈനേഴ്സും ഓണേഴ്സും ഒക്കെ വരും സെക്കൻഡ് ഇയർ മുതൽ. അപ്പൊ ഓണേഴ്സിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. S3 മൈനേഴ്സ് വരും, അതേപോലെ തന്നെ S4 ഓണേഴ്സ് വരും. അതിന് താല്പര്യമുള്ളവർക്ക് അതൊക്കെ എടുക്കാം. ബാക്കി സബ്ജക്ട്സ് പഠിക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ മാത്സും ഉണ്ടാവും, കോർ സബ്ജക്ട്സും ഉണ്ട്. അത് കൂടാതെ എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിക്കാനുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR പഠിച്ചതുപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ പോകുന്നവർക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് എക്കണോമിക്സ്. അവർക്ക് മാത്രമല്ല, എല്ലാവരും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സബ്ജക്ട്. അതിപ്പോ 2024 സ്കീം ഓൺവേർഡ്സ് ആണ് ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗ് എക്കണോമിക്സ് ഒരു കോമൺ പേപ്പർ വരുന്നുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇതുപോലെ തന്നെ ഒരു കോമൺ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ച് എടുത്താലും ഇന്നത്തെ എമേർജിംഗ് ടെക്നോളജീസുമായിട്ട് കോപ്പ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളുടെ സിലബസും വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ വേണം S3യിലേക്ക് പ്രവേശിക്കാൻ. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പൊതുവെ ഇപ്പൊ ഫസ്റ്റ് ഇയറിലൊക്കെ ക്ലിയർ ചെയ്ത് വന്നാലും S3 മുതൽക്കാണ് കുറെ പേർക്ക് സപ്ലി വരുന്നത്. കാരണം ഈ കോർ പേപ്പേഴ്സ് ആവുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ബേസ് മനസ്സിലാക്കി അത് പഠിച്ചെങ്കിലേ നമ്മൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കണം. വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇപ്പോ ലേണിനോയിലാണെങ്കിൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്, ലൈവ് ആയിട്ടുള്ള 1-to-1 ട്യൂഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ S2ലും S1ലും ഒക്കെ ലാസ്റ്റ് എക്സാമിന്റെ ടൈമിൽ മാത്രം വന്ന് ജോയിൻ ചെയ്ത് വരും. അപ്പൊ എന്ന് വെച്ചാൽ അവർക്ക് വളരെ കുറച്ച് സമയം ഇത് പഠിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഇനി മുതൽക്ക് അങ്ങനെയല്ല, നമുക്ക് കോർ പേപ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ S3യിലെ EC EEE സബ്ജക്ട്സ് ആണ് നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ലൈവ് 1-to-1 ക്ലാസ്സസ് നമ്മളെ എല്ലാ ബ്രാഞ്ചസിനും ഏത് സബ്ജക്ട് ആണെങ്കിലും അതും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരു അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി S3 ക്ലാസ്സസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഫ്രീ യൂട്യൂബ് ക്ലാസ്സസും ഒക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ S3 തുടങ്ങുന്നത് വരെ എല്ലാവരും S1 S2 എക്സാം ഉള്ളവർ അതിന് കൃത്യമായിട്ട് പഠിച്ച് മാക്സിമം ആ സപ്ലി ഒക്കെ വേഗം ക്ലിയർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് സെം ബ്രേക്ക് ഒക്കെ എൻജോയ് ചെയ്യുക. നല്ല രീതിയിൽ നമുക്ക് S3 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു.